എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. 2019 എനിക്ക് സിവിയർ ഹാർട്ട് ബ്ലോക്സ് എല്ലാമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ ഒരു പ്രമുഖ ആശുപത്രിയിൽ ചെന്നപ്പോൾ അടിയന്തരമായിട്ട് ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനായി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ബിജോയ്സിൻ്റെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു. കൺസൾട്ടേഷൻ അദ്ദേഹം പറഞ്ഞത് കുറച്ച് നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, പക്ഷേ മരുന്നിലൂടെ ഈ ബ്ലോക്കുകൾ മാറ്റുകയും നാച്ചുറൽ ബൈപ്പാസിങ് നടത്തുകയും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ചിലവിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമാണ്. കാരണം ഈ ഒരു സർജറിയും അതിൻ്റെ തുറന്നുള്ള ആക്ടിവിറ്റീസും വളരെ എക്സ്പെൻസീവാണ്. ഡോക്ടർ ബിജോയ്സിൻ്റെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ പറ്റി എനിക്ക് അറിവ് കിട്ടിയത് വളരെ താമസിച്ചാണ്. എൻ്റെ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർ ബിജോയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ എനിക്കൊരു പക്ഷേ അത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. സാധാരണയുള്ള ഏതൊരു പേഷ്യൻറ്റും ധൈര്യമായിട്ട് ഡോക്ടർ ബിജോയിൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൽ പോവുകയും സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.